Meet the editors. കണ്ണൂരിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ക്രിമിനൽ രാഷ്ട്രീയത്തിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് മനു തോമസ് എന്ന നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്തുവരിക്കുന്നത്. മനു തോമസ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, DYFയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. മനു തോമസ് പാർട്ടിയിൽ വന്നിരിക്കുന്ന ഈ പ്രവണത അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ചില നേതാക്കൾക്ക് ബന്ധമെന്നുള്ള വിഷയം പാർട്ടിയിൽ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. അത് ഉന്നയിച്ചത് ഷാജിർ എന്ന നേതാവിനെതിരെയാണ്. അദ്ദേഹം DYFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഷാജിറും മനു തോമസും അതെ, പാർട്ടിയിലേക്ക് വരുന്നത് മനു തോമസ് കുറച്ചുകൂടി സീനിയർ ആയിരുന്നു. പിന്നീട് എത്തിയ ഷാജിറിനെ വലിയ രീതിയിലേക്ക് പാർട്ടി DYFയുടെ ജില്ലാ സെക്രട്ടറി ആക്കുന്നത് P. ജയരാജൻ്റെ കാലത്താണ്. അപ്പോൾ ഷാജിറും P. ജയരാജനും തമ്മിലുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ മനു തോമസ് പുറത്തേക്ക് വിടുന്നത്. അന്ന് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഉള്ള ഷാജിറിൻ്റെ ബന്ധം. അത് പുറത്തേക്ക് വന്നിരുന്ന വാർത്തകൾ വന്ന വിഷയമാണ്. പക്ഷേ അതിനുശേഷം പാർട്ടി അതിന്മേലൊരു അന്വേഷണം നടത്തി. ഒരു ഏകാംഗ കമ്മീഷൻ M. സുരേന്ദ്രൻ എന്ന നേതാവാണ്, അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയത് ജാഗ്രത വേണമായിരുന്നു, ഷാജിറിന് പിഴവ് പറ്റിയെന്നാണ്. എന്താണ് ആ പിഴവ് എന്ന് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ആ പിഴവ് എന്താണ്? സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്നതല്ലല്ലോ പിഴവ്. അപ്പോൾ അവരെ അങ്ങോട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായി എന്തെങ്കിലും ഗുണം കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വലിയ ആരോപണം ഉയരുമ്പോൾ അതിന്മേൽ എത്രത്തോളം കാര്യങ്ങളിൽ പ്രതികരണം നടത്തി അല്ലെങ്കിൽ തിരുത്തൽ വരുത്തി എന്നുള്ള വിഷയമാണ് അവിടെ നിൽക്കുന്നത്. അതിനുശേഷം ഒരു തിരുത്തൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരാതി മനു തോമസ് ഉന്നയിച്ച പരാതി ജില്ലാ പാർട്ടി ഘടകത്തിൽ ആദ്യം അറിയിക്കുന്നു. അതിനുശേഷം അത് സംസ്ഥാന കമ്മിറ്റിയിലേക്കും അറിയിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിനെല്ലാം ശേഷം എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ്. ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഷാജിറിനെ മറ്റൊരു നല്ല പദവിയിലേക്ക് യുവജന കമ്മീഷൻ ചെയർമാനായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ M. V. ജയരാജൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി, വാർത്താസമ്മേളനം നടത്തി. ആ വാർത്താസമ്മേളനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ്. സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവർ ചില പ്രതികരണം നടത്തുമ്പോൾ അതിരൂക്ഷമായ മറുപടികളാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷേ ഈ വിഷയം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള ജാഗ്രത M. V. ജയരാജനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനു തോമസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പ്രതികരണമല്ല അദ്ദേഹം നടത്തിയത്. പക്ഷേ P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് M. V. ജയരാജനെ മറികടന്നുകൊണ്ട് പാർട്ടി ഒരു നിലപാട് വ്യക്തമാക്കിയ ശേഷം അതിനുശേഷം ഒരു പ്രതികരണത്തിലേക്ക് P. ജയരാജൻ എത്തുന്നു. അത് തീവ്ര നിലപാടാണ്. P. ജയരാജൻ്റെ പ്രതികരണത്തിന് പിന്തുണയുമായി എത്തുന്നത് കൊട്ടേഷൻ സംഘാംഗങ്ങൾ. അതെങ്ങനെയാണ്? പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കൾ എന്ന മട്ടിൽ ഈ സംഘടനയ്ക്കെതിരെ പറഞ്ഞാൽ സംഘടനയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന മട്ടിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഈ നേതാക്കളൊക്കെ തന്നെയും ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളൊക്കെ തന്നെയും പല രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ മനു തോമസ് പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ട്. ഭീഷണി കോളുകൾ ഫോൺ വിളികളായിട്ട് വരുന്നുണ്ട്, മെസ്സേജുകളായിട്ട് വരുന്നുണ്ട്, പലതും വിദേശത്തു നിന്നാണ്. അപ്പോൾ P. ജയരാജനുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ മകനുമായും ബന്ധപ്പെട്ടും ഗുരുതരമായ ആരോപണങ്ങളാണ് മനു തോമസ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഗൾഫ് കേന്ദ്രീകരിച്ച സ്വർണ്ണക്കടത്ത് സംഘം അവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ അതിർത്തി ഭാഗത്തുണ്ടായ ഒരു അപകടം സംഭവിച്ചപ്പോൾ പോലീസ് കേസെടുക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ ആ അപകടം നടക്കുന്ന ഘട്ടത്തിൽ ആ വാഹനത്തിൽ നിന്ന് വലിയ തോതിൽ പണം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണം പൊട്ടിക്കൽ, പണം തട്ടിക്കൊണ്ടുപോകൽ, ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ പാർട്ടിക്ക് വേണ്ടിയും കൊട്ടേഷൻ സംഘങ്ങളായി പ്രവർത്തിക്കുന്നു. അതാണ് അതിനകത്ത് ബുദ്ധിമുട്ട്. ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി അവർ ചില കൊട്ടേഷൻ പണികൾ എടുക്കുന്നു, അതിനുശേഷം അവർ സ്വന്തം നിലയ്ക്ക് നടത്തുന്നു. അതിനെ തള്ളിക്കളയാൻ പറ്റാത്ത വിധത്തിൽ അവർ പാർട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നു. അത് ചില നേതാക്കൾക്ക് മാത്രമുള്ള സ്വാധീനമാണ്. ഇപ്പോൾ P. ജയരാജൻ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചതിനോട് ഏത് രൂപത്തിൽ പാർട്ടിക്ക് പ്രതികരിക്കാനാകും? പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ നേരത്തെ പല നേതാക്കളുടെ കാര്യവും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരാതിരുന്നത് P. ജയരാജൻ മാത്രമാണ്. അതിലപ്പുറം P. ജയരാജനെതിരെ ഒരു നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിയുമോ? സാധിക്കില്ല. കാരണം അതിനു മുമ്പുള്ള പല കാര്യങ്ങളുമുണ്ട്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ കൊണ്ടും കൊടുത്തും ഉള്ള ഒരു ശൈലി അവിടെ കൊണ്ടുവരികയും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ശൈലി തെറ്റാണെന്ന ബോധ്യം പാർട്ടിക്ക് വരികയും അതിൽ നിന്ന് പിന്മാറുകയും ആ സമയത്ത് എങ്ങനെയാണ് RSSും CPM-ഉം തമ്മിലുള്ള സംഘർഷങ്ങളാണ്, അതിനൊരു അറുതി വരികയും ചെയ്തു. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ്? പാർട്ടിക്ക് അകത്തെ പടലപ്പിണക്കങ്ങളാണ്. അതുകൂടാതെ 2 തരം കൊട്ടേഷൻ സംഘങ്ങൾ ഇപ്പോൾ മനു തോമസ് ഒക്കെ പറയുന്നതനുസരിച്ചാൽ ആണെങ്കിൽ ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്ന യുവജനങ്ങൾ എന്ന് പറയുന്നത് പണം സമ്പാദിക്കാനാണത്രേ. പലരും ആ രൂപത്തിലാണ്, എല്ലാവരും എന്ന് പറയുന്നില്ല. പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായി ഇതിനെ കാണുകയാണ്. എങ്ങനെ? ഈ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരാളികളായി പ്രവർത്തിക്കുന്നു. അവർക്ക് പ്രത്യേകം സംവിധാനമുണ്ട്. ഇപ്പോൾ റെഡ് ആർമി എന്ന് പറയുന്ന സംവിധാനം. M. V. ജയരാജൻ തെരഞ്ഞെടുപ്പ് വടകര പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രതികരണമുണ്ടല്ലോ. ഈ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി ചില പേരുകളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ അവർ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ദോഷമാണ് ചെയ്യുന്നത്. ആ തരത്തിൽ ഉള്ള ചില സൂചനകൾ ഇതിൻ്റെ കൂടി സൂചനകളുടെ അടിസ്ഥാനത്തിലാണോ വന്നത് എന്നറിയേണ്ട
അറിയേണ്ടതുണ്ട്. കാരണം ഈ റെഡ് ആർമി ആരുടേതാണ്, റെഡ് ആർമിക്ക് നേതൃത്വം വഹിക്കുന്ന ആരാണ്, ഇതൊക്കെ ചോദ്യങ്ങൾ വിരലുകൾ നീളുന്നത് പി ജയരാജന് നേർക്കാണ്. അപ്പോൾ ഇതിനുമേൽ എന്താണ് ഈ പാർട്ടിയുടെ നടപടി എന്നാണ് അറിയേണ്ടത്. തിരുത്തൽ വരുത്തുമെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ തിരുത്തലുകളല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിദയനീയമായ സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇത് തിരുത്തൽ വരുത്തുകയാണ്. ഈ സംഭവങ്ങളിലൊക്കെ തിരുത്തൽ വരുത്തുക എന്ന് വെച്ചാൽ എവിടെ നിന്ന് തുടങ്ങും എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അല്ല, ഇവിടുത്തെ ഒരു പ്രധാന കാര്യമായിട്ട് അല്ല, എനിക്കൊരു കാര്യം ഇതിനകത്ത് വ്യക്തമാക്കേണ്ടത്, ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടി സ്വർണ്ണക്കടത്തുകാരുടെ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ക്വാറി മാഫിയയുടെ പാർട്ടിയായിട്ടോ ഒന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊന്നും ആരും പൊതുസമൂഹവും കരുതുന്നില്ല. CPM എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചേരിയാണ്, ഒരു രാഷ്ട്രീയ ആശയമാണ്. പക്ഷേ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ആ പാർട്ടിയിലെ നേതാക്കളിലെ ചിലരുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ആ ആരോപണങ്ങൾ ഒരു ജനകീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടി പരിശോധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ അത്ര ലളിതമായൊരു ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കണ്ണൂർ വളരെ വിചിത്രമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കളുടെ തണൽ നിന്നുകൊണ്ട് സ്വർണം കടത്താനും സ്വർണം പൊട്ടിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷനുകൾ നടപ്പാക്കാനും ഒക്കെ കഴിയുന്ന സംഘങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ, അതിനൊരു തണലായിട്ട് ആ പാർട്ടി മാറുന്നുണ്ട് എങ്കിൽ, ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരെങ്കിലും മാറുന്നുണ്ട് എങ്കിൽ അത് നിയന്ത്രിക്കേണ്ടതുണ്ട്, അത് മുളയിലെ നുള്ളേണ്ടതുണ്ട്. അതിന് കഴിയാതെ വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ടി തന്നെ നേരിട്ട് ചില കാര്യങ്ങൾ ഈ പറയുന്ന കൊട്ടേഷൻ സംഘത്തേക്ക് ഏൽപ്പിച്ചാൽ അത് ഈ TP വധമൊക്കെ പോലുള്ള പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് പാർട്ടിക്ക് മുന്നിൽ നിൽക്കുന്ന സംഭവം ഏതാ? TP വധമാണ്. TP വധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ സമയത്ത് രൂപപ്പെട്ടു വരുന്ന വാർത്തകൾ ചെറുതായിട്ടുള്ള ഒരു തിരിച്ചടിയല്ല പാർട്ടിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പിഴവ് എന്ന് പറയുന്നത് ഒരു വലിയ പിഴവാണ്. ആ സമയത്താണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതികളെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു കൊണ്ടുവരാൻ നടത്തുന്ന തത്രപ്പാടുകൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പല തരത്തിലുള്ള നിയമങ്ങളിൽ സഭയെ പോലും ബൈപ്പാസ് ചെയ്തുകൊണ്ട് മാറ്റം വരുത്തുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം അതിശക്തമായി സഭയിൽ ഉന്നയിക്കുകയാണ്. ആ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊന്നും കേരളം വെറുതെ കേൾക്കാതിരിക്കുകയൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് വെറുതെ നമുക്ക് CPMൻ്റെ ഒരു ആഭ്യന്തര കാര്യമായിട്ടല്ല ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് CPM ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് നിശ്ചയമായും അത് മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ചർച്ച ചെയ്യും. അതിനകത്ത് വിരളി പൂണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. അതിൽ മറുപടിയാണ്, കൃത്യമായ മറുപടിയാണ് വരേണ്ടത്. കാരണം ഇപ്പോൾ ഈ P ജയരാജന്റെ പോസ്റ്റിന് താഴെ ലൈക്ക് അടിച്ചുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷാഫി, ഈ TP കേസിലെ പ്രതി, ഇപ്പോൾ പുറത്ത് പരോളിൽ ഇറങ്ങിയിരിക്കുന്ന പ്രതി കൂടിയാണ് അതിൽ പ്രതികരിച്ചിരിക്കുന്നത്. 2023 ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് CPM ജില്ലാ കമ്മിറ്റിയിൽ മനു പരാതി നൽകുന്നത്. പരാതിയിൽ നടപടി ഉണ്ടായില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും മനു പരാതി നൽകുന്നു. തന്നെ ഒതുക്കണമെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആകാശ് തിലങ്കേരി പങ്കുവച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു പരാതി. സ്വർണ്ണക്കടത്തിൽ ജയിൽ പുള്ളികൾ ഇടപെടുന്നുണ്ട് എന്നും ഒരു ഓഫീസ് സെക്രട്ടറിക്ക് ഇതിൽ പങ്കുണ്ടെന്നും മനു ആരോപിച്ചിരുന്നു. പരാതി സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണന ഇരിക്കുന്ന സമയത്താണ് ഷാജിറിനെ യുവജന കമ്മീഷനെ ചെയർമാനാക്കുന്നത്. അപ്പോൾ അതോടുകൂടിയാണ് മനു പാർട്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല, നടപടി എവിടെ നിന്ന് തുടങ്ങേണ്ടി വരും, തുടങ്ങിയാൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ആശങ്ക പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണത്. കണ്ണൂർ പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിൽ പതുക്കെ തെളിഞ്ഞു വരികയാണ്. ഇതിൻ്റെ തുടക്കം മനു തോമസ് അല്ല. നമ്മൾ അതിന് കുറച്ച് ദിവസം മുൻപ് ഒരു പ്രതികരണം വന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. MV ജയരാജൻ, ആരാണ് ഈ പോരാളി ഷാജി, ഇറങ്ങിവാടാ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി നടത്തിയത് ഓർമ്മയുണ്ടോ? ഇവിടെ ഇപ്പോൾ മനു തോമസും സമാനമായി ഇതുപോലെയുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങി വന്നു. ആദ്യം ആര് വന്നു? P ജയരാജൻ വന്നു, P ജയരാജൻ്റെ മകൻ വന്നു, അത് കഴിഞ്ഞിട്ട് റെഡ് ആർമി വന്നു, ആകാശ് തില്ലങ്കേരി വന്നു, അർജുൻ ആയങ്കി വന്നു. അപ്പോൾ കണ്ണൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ പോരാളി ഷാജിമാരെല്ലാവരും പുറത്തേക്ക് മറ നീക്കി വരികയും വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. മനു എന്ന് പറയുന്ന ഒരു വിസിൽ ബ്ലോവറായി നമുക്ക് കൂട്ടാം. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പാർട്ടി സംവിധാനത്തിനുള്ളിൽ പറയാൻ ശ്രമിക്കുന്നു. പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോൾ പുറത്തിറങ്ങി വന്ന് ആ കാര്യങ്ങൾ പറയുന്ന ഒരു വിസിൽ ബ്ലോവറായി മനു തോമസിനെ നമ്മൾ കരുതുകയാണെങ്കിൽ, അതിൽ മനു പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മനു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. CPIMന്റെ സംസ്ഥാന സമിതി അംഗമായ P ജയരാജൻ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, CPIMൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലും അതിന്റെ ഭാഗമായി മനു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതൊക്കെ നേതാക്കളുമായിട്ടാണ് ചർച്ച എന്ന് മനു തുറന്നു പറയുന്നില്ല. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അതും പറയുമായിരിക്കാം. പക്ഷേ പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദൻ സ്ഥാനമേറ്റതിന് ശേഷം P ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കളികളൊന്നും ചെറുതല്ല എന്ന് കണ്ണൂരിലെ പാർട്ടിക്കാർക്കൊക്കെ വ്യക്തമായി അറിയാം. ഇവിടെ ഇപ്പോൾ MV ജയരാജൻ എന്തുകൊണ്ടാണ് ഈ പോരാളി ഷാജിയെ വെല്ലുവിളിച്ച ആ ഊർജ്ജം ഈ മനു തോമസിനെതിരെ കാണിക്കാത്തത്? ചിത്രം വ്യക്തമാണ്. മനു തോമസ് ഇപ്പോൾ
ഫീൽഡ് ചെയ്യുന്നത് MV ജയരാജൻ ടീമിന് വേണ്ടിയാണ്. കൃത്യമായി ഫീൽഡ് ചെയ്തുകൊണ്ട് ബാറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു ഷീൽഡ് വെക്കുന്നുണ്ട്. MV ജയരാജനെ കുറിച്ചോ അല്ലെങ്കിൽ ആ നേതാക്കളെ കുറിച്ചോ എന്തെങ്കിലും മനു തോമസിന്റെ പ്രതികരണങ്ങളിൽ ഇതുവരെ കണ്ടോ? കാണുന്നത് മുഴുവൻ എങ്ങോട്ടാണ് അമ്പ ചെയ്ത് വിടുന്നത്? കൃത്യമായി PJ-യിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കത്തിന് ജയരാജൻ ശ്രമിച്ചു എന്ന ആരോപണവും മനു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വടകര തോൽവിക്ക് ശേഷം വെറുതെ ഇരിക്കുകയായിരുന്നു ജയരാജൻ. MV ജയരാജൻ അവിടെ ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷം കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ? അതേക്കുറിച്ചൊക്കെ പാർട്ടി പരിശോധിക്കണമല്ലോ. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് വെറുതെയാണോ? BJP നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, അവർ വോട്ട് സ്വന്തമാക്കി. പക്ഷേ അത് മാത്രമാണോ പാർട്ടിക്കുള്ളിൽ നടന്നത്? കേഡർ വോട്ടുകൾ ചോർന്നു പോയത് എങ്ങനെയാണ്? ആ ചോർച്ച പാർട്ടി അന്വേഷിക്കണം, പാർട്ടി കൃത്യമായി അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ മനു ഇപ്പോൾ ഒരു വാതിൽ ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുകയാണ്. മനുവിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. മനു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ശ്രമിച്ചു, പുറത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം നമ്മൾ വളരെ പോസിറ്റീവായി എടുക്കുന്നു. പക്ഷേ മറ്റു ചില നീക്കങ്ങൾ അതിന് പിന്നിൽ നടക്കുന്നില്ലേ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതായത് മനുവിനോട് കോർക്കാൻ ജയരാജൻ ചാടി ഇറങ്ങി വരുന്നത് കാണുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. കാരണം മനുവിനെ ഉൾപ്പെടുത്താതെ ഷാജറിന് വേണ്ടി ആദ്യം ഒന്ന് ബാറ്റ് ചെയ്തതാണ് ജയരാജൻ. മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബാറ്റ് ചെയ്തത് ആർക്കു വേണ്ടിയാണോ അയാളുടെ പേര് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ജയരാജന് ക്രോധമിളകുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഈ മനുവിനോട് കോർക്കാനായി ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവ് പോകണമായിരുന്നോ എന്നുള്ളത്. അങ്ങനെ ഒരു പാർട്ടിയുടെ പൊതുവികാരം വരുന്നുണ്ട്. സംഘടനാ തലത്തിൽ ഒതുങ്ങേണ്ട ഒരു വിഷയം നേതാക്കളുടെ ജാഗ്രത കുറവ് കാരണം പിടിവിട്ടു പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കണ്ണൂരിലെ CPIM പകച്ചു നിൽക്കുകയാണ്. മനു ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എവിടെയൊക്കെ ചെന്ന് കൊള്ളുമെന്നുള്ളത് അവർക്കിപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് CPIM എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി വിശദീകരിച്ച ഒരു വിഷയത്തിൽ ജയരാജൻ ഇത്രയും വ്യക്തിപരമായി അതിനെ എടുത്തുകൊണ്ട് ഇടപെടുന്ന ഒരു സാഹചര്യം. കാരണം ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഒക്ടോബർ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനങ്ങളുടെ ഒരു നീണ്ട നിര CPIM-ൽ നിൽക്കുമ്പോഴാണ്, തെറ്റിദ്ധരുത്തലിലേക്ക് CPIM പോകാനായി തയ്യാറെടുക്കുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? കണ്ണൂരിൽ, അതായത് പാർട്ടിയുടെ കോട്ട എന്ന് പറയുന്ന ആ ചുവപ്പ് കോട്ടയിൽ നെടുങ്ങനെ ഇങ്ങനെ ഒരു വിള്ളൽ വന്ന് വീഴുകയാണ്. അപ്പോൾ ആ ഇടിമിന്നൽ വീണുള്ള ആ വിള്ളലുണ്ടല്ലോ, അത് പെട്ടെന്ന് പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എങ്കിൽ വലിയ രീതിയിലായിരിക്കും ഈ വിവാദങ്ങളൊക്കെ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത്. അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജന്റെ ആശീർവാദത്തോടു കൂടിയാണ് കൊട്ടേഷനും സ്വർണ്ണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ MV ജയരാജൻ പോരാളി ഷാജി ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ജയരാജന് വേണ്ടിയുള്ള പാട്ടും ജയരാജന്റെ ഫേസ്ബുക്ക് പേജിന്റെ പേരുമാറ്റവും ഒക്കെ കേരളം കുറെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ജയരാജൻ വിവാദത്തിൽ മനു പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കക്ഷിയായി കേരളത്തിലെ കണ്ണൂരിലെ CPIM മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ ഞാൻ പോരാടുകയായിരുന്നു എന്ന് മനു പറയുന്ന ഭാഗം, അത് ഞാൻ അത്രയ്ക്ക് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ജയരാജൻ പറയുന്നത്. ഇനി മറ്റൊരു ആരോപണം എന്താണ്? ജയരാജന്റെ മകന് നേരെയാണ്. സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്റർ, റെഡ് ആർമിക്ക് പിന്നിൽ അത് ജയരാജന്റെ മകൻ തന്നെയാണ് എന്ന് മനു തോമസ് തുറന്നടിക്കുന്നുണ്ട്. അപ്പോൾ ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം ഇടുന്ന പോസ്റ്റാണ് മകൻ ജെയിൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണിയുണ്ട് എന്നൊക്കെ മനു പറയുമ്പോൾ നമ്മൾ തുടങ്ങിയത് TP-യിലാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത് മനു മറ്റൊരു TP ആകുമോ എന്നൊരു പേടി ഒരു പക്ഷേ മനുവിനുണ്ടാകും. കാരണം അമ്മാതിരി വിരട്ടലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പോരാളി ഷാജി ആരാണ് എന്നുകൂടി ഇപ്പോൾ ഈ ബഹളം കാണിച്ച് ഈ മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ആളുകൾ അതുകൂടി ഒന്ന് പറഞ്ഞ് MV ജയരാജനെ അതൊന്ന് ബോധ്യപ്പെടുത്തണം. കണ്ണൂരിലെ പാർട്ടി എന്തായാലും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടി കണ്ട് നമുക്ക് നിൽക്കാം. ശരി, ക്രിമിനലുകൾ വാഴുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. വാഴുന്നു എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.